നമസ്തേ. മുഹൂർത്തം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ബുധദശയെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ബുധദശ എന്ന് പറഞ്ഞാൽ 17 വർഷം. ഈ 17 വർഷത്തില് ബുധൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിയുടെ കാരകത്വമുള്ള ഒരു ഗ്രഹമാണ്. നമുക്ക് വേണ്ടപ്പോ തോന്നിപ്പിക്കുന്ന ഒരു ഗ്രഹം കൂടിയിട്ടാണ് ബുധൻ. അപ്പൊ ബുധദശ 17 വർഷമുണ്ട്. ഈ ബുധനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഞരമ്പിന്റെ കാരകത്വമുണ്ട്. അതേപോലെ നമ്മുടെ ബുദ്ധിയെ നന്നായിട്ട് പ്രചോദിതമായ ബുദ്ധി, വേണ്ടപ്പോ തോന്നുന്ന ബുദ്ധിയാണ് ബുധൻ തരുന്നത്. അപ്പൊ 17 വർഷത്തിൽ നമുക്ക് ആദ്യം ഈ വയസ്സുകാലത്ത്, അതായത് പ്രായം കൂടിയിട്ട് ഒരു 70 വയസ്സിനിടയിൽ ആ സമയത്തൊക്കെ നമുക്ക് ബുധൻ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓർമ്മ കുറവാണ് വരുന്നത്. അവർക്ക് ഓർമ്മ നന്നായിട്ട് കിട്ടുന്നില്ല, പെട്ടെന്ന് ഓർമ്മയില്ലാതെ വീഴുന്നു എന്നൊക്കെ പറയുന്ന രൂപങ്ങളെ ഉണ്ടാക്കും. പക്ഷെ ചെറിയൊരു കാലഘട്ടത്തിലാണ് നമുക്ക് ബുധദശ വരുന്നതെന്ന് ഇങ്ങനത്തെയല്ല. പക്ഷെ നമുക്ക് നല്ല അറിവിനെ തരും, പക്ഷെ രോഗങ്ങൾ ഉണ്ടാക്കും. ഭയങ്കര പാവം ഗ്രഹമാണ് ബുധൻ. ഈ പാവത്തിനെയാണ് കൂടുതൽ പേടിക്കേണ്ടത്. മറഞ്ഞിരിക്കുന്ന പല രോഗങ്ങളും നമ്മളിൽ ഉണ്ടായിരിക്കും. പിന്നെ നമ്മുടെ ഈ അഷ്ടമത്തിലൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂർമ്മ ബുദ്ധി, അത് വേണ്ടാത്ത ബുദ്ധിയാണത്. അതായത് കൂർമ്മ ബുദ്ധി ഉണ്ട്, നമുക്ക് വേണ്ട ബുദ്ധികളല്ലാതെ ഇങ്ങനെ എന്താ പറയാ, കൂർമ്മ ഇതായിട്ടുള്ള ബുദ്ധികൾ എന്ന് പറയില്ലേ, വേണ്ടാത്ത കുറെ കഷ്ടതകളും നഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കുന്ന, കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ബുദ്ധിയൊക്കെ നമുക്ക് വരും. അപ്പൊ അത് വളരെ നിങ്ങൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അതിൽ 17 കൊല്ലത്തില് 2.5 വർഷമാണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് സൂക്ഷിക്കേണ്ടത്. പിന്നെ ഇതിലെ സ്കിന്നിലെ രോഗം വരുത്തും, ഞരമ്പിന് രക്തം പ്രോട്ടാവും, അങ്ങനെയുള്ള പലതരം കാര്യങ്ങളും ഇതിൽ വരുന്നതാണ് ഈ ഒരു സമയത്ത്. അതായത് ബുധദശ എന്ന് പറയുമ്പോൾ പാവാണ്, ബുധൻ എന്ന് പറയുമ്പോൾ നല്ലതാണ് എന്നൊന്നും ചിന്തിക്കേണ്ട. ബുധദശയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തരും. അപ്പൊ രാഹുവിനും ശനിയും അതിനേക്കാളൊക്കെ കൂടുതൽ ബുധൻ നമുക്ക് ദോഷങ്ങൾ ധാരാളം ഉണ്ടാക്കി തരും. അപ്പൊ അതുകൊണ്ട് തന്നെ ബുധദശയില് ഗണപതിക്കാണ് നമ്മൾ മുട്ടിറക്കുക, ഗണപതിക്ക് കറുകമാല ഹോമിക്കുക, അതൊക്കെ ചെയ്യണം. അത് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. പല കാര്യങ്ങൾക്കും നമ്മൾ മുന്നോട്ട് ഇറങ്ങിയാലും പകുതി എത്തുമ്പോൾ അത് നിന്ന് പോകും. പിന്നെ അത് തുടങ്ങാനേ നമുക്ക് സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് ബുധദശ തുടങ്ങുമ്പോൾ തന്നെ ഏത് രാശിയിലാണോ നിങ്ങളുടെ ബുധൻ ഇരിക്കുന്നത് അതിനെ നോക്കി, അത് ഏതാണ്, എത്ര ഡിഗ്രിയിൽ എത്തിയിട്ടുണ്ട് എന്നൊക്കെ നോക്കിയിട്ട് വേണം ബുധദശയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. അപ്പൊ അതെല്ലാവരും ഗ്രഹണിലേക്ക് നോക്കിയിട്ട്, അതായത് നിങ്ങളുടെ ബുധൻ എങ്ങനെയാണ്, എവിടെയാണ്, സ്വന്തം വീട്ടിൽ ബലവാനാണെങ്കിൽ, അതേപോലെ 10ലൊക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചിങ് പ്രൊഫഷൻ, അതൊക്കെ നല്ലതാണ്. പക്ഷെ അവിടെ എത്തുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള പ്രതിസന്ധികളെ നമുക്ക് നേരിടേണ്ടി വരും. അതാണ് ബുധന്റെ ഒരു പ്രശ്നം. പിന്നെ പാവാണ്, നമ്മൾ പ്രതികരിക്കില്ല, നമ്മളവിടെ പ്രതികരിക്കാൻ പറ്റില്ല. അവര് മുന്നിൽ നമ്മുടെ എതിരായിട്ട് നിൽക്കുന്നവരായിരിക്കും കൂടുതൽ നമുക്ക് പ്രശ്നം ഉണ്ടാക്കുക. പിന്നെ ഇതില് നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേണ്ടപ്പോ പോകുന്ന, പിന്നെ കൂടുതൽ പഠിക്കുക. എത്രമാത്രം പഠിക്കുക, ചിലവര് കണ്ടിട്ടുണ്ടോ കുറേ അധികം പഠിച്ചുകൊണ്ടേയിരിക്കും, അവർക്ക് വേറെ ജോലി വേണം അങ്ങനെയൊന്നും ഉണ്ടാവില്ല, പഠനം മാത്രമായിരിക്കും. അങ്ങനെ പോയി നമ്മൾ വിടുന്നതാണ്. നവഗ്രഹങ്ങളുടെ അമ്പലത്തിൽ പോവാ, നന്നായിട്ട് ബുധനെ ചെറുപയറാണ്, ചെറിയ പച്ച, ആ പയറും പട്ടും ഒക്കെ വെച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കുക, ഗണപതിനെ ആരാധിക്കുക. ബുധനെ ദേവിയെയും നമ്മള് ശാന്തസ്വരൂപിണിയായ ദേവിയല്ലാതെ ദുർഗാദേവിയെ നന്നായി ഭജിക്കുക. അങ്ങനെയൊക്കെ ചെയ്ത ഈ ബുധദശയിൽ നമുക്ക് ഏറ്റവും നല്ലൊരു ഫലം നമുക്ക് ലഭിക്കുന്നതാണ്. പിന്നെ അതേപോലെ ഈ സൂര്യനും ബുധനും കൂടിയിട്ടാണ് നിൽക്കുന്നത് വെച്ചാൽ നിപുണായോഗം ഉണ്ട്. അതിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പറയുന്നത് വേണ്ടപ്പോ തോന്നുന്ന ബുദ്ധി. മാക്സിമം ഗ്രഹനിലകളിലെ ബുധനും താഴെയും സൂര്യൻ മുകളിലോ അങ്ങനെയൊക്കെ ആയിട്ടാവും. ഇത് രണ്ടും കൂടി ഒന്നിച്ച് നിൽക്കുമ്പോഴാണ് നിപുണായോഗം ഉണ്ടാവുക. ആരെന്ത് ചെയ്താലും അതിന്റെ അപ്പുറത്ത് ഒരു ഓപ്ഷൻ ഇവർ കാണും. നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതൊന്നും പറ്റുന്നില്ലെങ്കിൽ അതിനൊരു വഴി ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെയൊക്കെ നല്ലതാണ് കേട്ടോ. ഒരു ഗ്രഹത്തിനോട് ചേർന്ന് നിൽക്കുമ്പോൾ ബുധന് വേറൊരു രൂപവും, തനിച്ച് വേറൊരു സ്വരൂപമാണ് ഉണ്ടാവുക. അപ്പൊ ആ ഒരു സ്വഭാവങ്ങളുടെ മാറ്റങ്ങളൊക്കെയാണ് പെട്ടെന്ന് പേടിക്കുക, ഡിപ്രഷൻ മൈൻഡ് വരിക, ഇതൊക്കെ ഈ ബുധന്റെ ദശയിലാണ് ഉണ്ടാവുന്നത്. അതൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ച് നമ്മൾ ദേവീനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക, ഗണപതിക്ക് മുട്ടിറക്കുക, അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ബുധദശ ഏറ്റവും നല്ലൊരു ദശയായിട്ട് നമുക്ക് കൊണ്ടുവരും.